വചം സുശ്രവം നാമധേയം അല്പാക്ഷരം ആകൃഷ്ടം അർത്ഥപൂർണം. നാരായണ ഗുരു നാമധേയ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു കവിതയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അതെ, ഇന്ന് കാലത്ത് കുട്ടികൾ ജനിച്ചാൽ അവർക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ വല്ലാതെ നട്ടോട്ടം ഓടാറുണ്ട്. പലപ്പോഴും ഉമ്മയുടെ വാക്കിൻ്റെ ഒരു അറ്റവും ഉപ്പയുടെ വാക്കിൻ്റെ മറ്റൊരറ്റവും ചേർത്ത് എന്താണോ ആകുന്നത് അത് പേരിടുന്ന ഒരു ശൈലിയും നമ്മുടെ നാടുകളിലുണ്ട്. അത് തീർത്തും നമ്മുടെ മക്കളുടെ സ്വഭാവത്തിലും മറ്റൊക്കെ അർത്ഥപൂർണമല്ലാത്ത അല്ലെങ്കിൽ അർത്ഥം തീരെയില്ലാത്ത ഒരു പേര് വരുന്നതിന് തുല്യമാകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഹബ്ബുൽ അസ്മായി ഇലല്ലാഹി അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. നിങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങൾ അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളോട് കൂടെ അബ്ദ് ചേർത്ത് പേരിടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുത്തുനബിയുടെ പേര് ഇട്ടവനും ഇടപെട്ടവനും സ്വർഗത്തിലാണെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.